കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച പ്രതിനിധി സംഘത്തിൽ ഡോക്ടർ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിവാദം കോൺഗ്രസിൻ്റെ ആഭ്യന്തരകാര്യം മാത്രമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി 24 പറഞ്ഞു. വിദേശ നയതന്ത്ര മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളാണ് ഡോക്ടർ തരൂർ. BJP-യുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സംഘത്തിൻ്റെ ഭാഗമാവുകയാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് വിനീത BG തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനുള്ള MPമാരുടെ സംഘം ഇന്ന് ഡൽഹിയിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം ജപ്പാനിലേക്കാണ് യാത്ര പുറപ്പെടുന്നത്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കും, അതിനൊപ്പം തന്നെ ഈ പാകിസ്ഥാനെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കുക, പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണല്ലോ. ഞങ്ങൾ അവിടെയുള്ള മന്ത്രിമാരെ കാണും, പാർലമെൻറ്റ് MPമാരെ കാണും. അതിനപ്പുറത്ത് ആ ഒരു രാജ്യത്ത് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം സൃഷ്ടിക്കുന്ന മറ്റൊരുപാട് ആൾക്കാരുമായിട്ട് വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ആശയവിനിമയം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാട് തുടർന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാന് ടെറർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ എങ്ങനെയാണ് ഇന്ത്യ കാണുന്നത്? ഇപ്പം അമേരിക്കയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ലോകം മുഴുവൻ അജിറ്റേറ്ററായി. പക്ഷേ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലൊരു ഭീകരപ്രവർത്തനം നടക്കുന്നു. പക്ഷേ അതേക്കുറിച്ച് വേണ്ടത്ര രീതിയിലുള്ള പ്രതികരണവും ജാഗ്രതയും ഉണ്ടായോ എന്ന് ഞാൻ വ്യക്തിപരമായി സംശയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ട്രംപിൻ്റെയൊക്കെ പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനെയും കൂടെ ഹൈഫണേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരേ തരത്തിൽ വെച്ച് കാണുക. യഥാർത്ഥത്തിൽ ഒരേ തരത്തിൽ വെച്ച് കാണുന്നത് തന്നെ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ക്രൈം ചെയ്യുന്ന ഒരാളെയും ക്രൈമിന് ഇരയാകുന്ന ഒരാളെയും കൂടി ഒരു തരത്തിൽ വെച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യാറില്ലല്ലോ. നേരത്തെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെയായി ആലോചിക്കാതെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തതിൽ ചെറിയ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തരൂരിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ തന്നെ നിലപാട് വ്യക്തമാക്കിയതുമാണ്. തരൂർ കോൺഗ്രസിൻ്റെ ആഭ്യന്തരകാരിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പ്രക്രിയ ഇത് ഈ രൂപത്തിൽ ഏറ്റെടുക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് വിശ്വാസത്തിലെടുക്കായിരുന്നു കുറച്ചും കൂടി അവതാരണത്തോടെ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സൂചന എന്ന് പറഞ്ഞാൽ സർക്കാർ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് അംഗങ്ങളെ തീരുമാനിച്ചത്. തീർച്ചയായും ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതുതന്നെയാണ് അദ്ദേഹം നിലപാട് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നതും. ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത BG 24.